ഏപ്രിൽ 1-ാം തീയതി ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് കർത്താവിൻ്റെ തിരുസന്നിധിയിലെ ഒരു പുതിയ മാസം ആരംഭിക്കാൻ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ കൃപാസനത്താറെ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ കുടുംബത്തെ ആശീർവദിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കുന്നു. കർത്താവെ, നിങ്ങളുടെ യാത്രകൾ, ഇന്നത്തെ ജോലികൾ, ഇന്നത്തെ സംരംഭങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങൾ ഏത് വിഷയത്തിനാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത്, ആ വിഷയത്തിനുമ്പോൾ ദൈവിക തീരുമാനം ഉണ്ടാകുക. നിൻ്റെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ അതിൽ പ്രവർത്തിക്കട്ടെ. ദൈവമേ, സാമ്പത്തികം വരയുന്നവരുണ്ട് ഈശോയെ. സാമ്പത്തിക ഭാരങ്ങൾ കൊണ്ട് കർത്താവെ
ഒത്തിരി ഒന്നല്ല പലതരത്തിലുള്ള ആശങ്കകൾ കൊണ്ട് മനസ്സ് മടുത്തവരുണ്ട് ഈശോയെ. കർത്താവ് അവരെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥി. പുതിയ വഴിയുടെ കാണിക്കണേ ഈശോയെ. മക്കള് വഴിപിഴച്ച് പോയതിൽ സങ്കടപ്പെട്ട് കുടുംബം ജീർണിച്ചിരിക്കുന്നവരുണ്ട് ഈശോയെ. ജീർണിച്ച കുടുംബത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ചാടി ഇറങ്ങിപ്പോയാൽ മതി അച്ഛാ, പുറത്തൊന്നും കുഴപ്പമില്ല അച്ഛാ, എന്ത് സന്തോഷമാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോഴാണ് എല്ലാ പിശാചും ഒരുമിച്ച് കയറും എന്നെ പോലെ. എനിക്ക് വീട്ടിൽ കയറാൻ പോലും തോന്നണില്ലെന്ന് പറയും സങ്കടപ്പെട്ട് നിലവിളിക്കുന്നവരുണ്ട്. കർത്താവേ, നീ അവരെ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മനുഷ്യനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് ഈശോയെ. എല്ലാം ഒക്കെ ഉണ്ട് ഈശോയെ, പക്ഷെ സമാധാനമില്ല, സന്ധിപ്പുമില്ല. സങ്കടം കൊണ്ട് വിഷമിച്ചിരിക്കുന്നുണ്ട് ഈശോയെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിൻ്റെ യാത്രയെ ആശീർവദിക്കുന്നു. നിൻ്റെ പരീക്ഷകളുടെ റിസൾട്ട് വരാൻ നേരത്തെ കർത്താവ് നിൻ്റെ ആശങ്കകൾ കർത്താവെ ദൂരീകരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണ റിസൾട്ട് പ്രതിഫലിപ്പിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ ആശീർവദിക്കപ്പെടട്ടെ. കർത്താവ് നിത്യരോഗികൾ, നിത്യകിടപ്പുകാർ, ജീവിതത്തെ നിരാശയോടെ കാണുന്നവർ, കർത്താവെ ബൈസ്റ്റാൻഡേഴ്സായിട്ട് നിൽക്കുന്നവരുണ്ട്, കർത്താവ് രോഗികളെ ശുശ്രൂഷിക്കുന്നവരുണ്ട്. അത് കാരണം ഒരിടത്തും പോകാൻ പറ്റണില്ലല്ലോ, തങ്ങളുടെ ജീവിതം തളച്ചിട്ട് പോയല്ലോ, ജീവിതം തീർന്നല്ലോ, അവർക്ക് ജീവിതമുണ്ട്, ഇവർക്ക് ജീവിതമുണ്ട്, എനിക്ക് മാത്രമില്ലെന്ന് ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നവരെ കർത്താവെ അവരെ നീ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. അവരുടെ കാലിൽ നടന്നാൽ കർത്താവെ അവരെ കയറി വരത്തില്ല, അവർ നീ എടുത്തുകൊണ്ട് നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ മക്കളില്ലാത്തവരും, വിവാഹം ഒത്തുവരാത്തവരും, ജീവിത പങ്കാളിയെ കിട്ടാത്തവരുണ്ട് ഈശോയെ. 10-40 35 വർഷം കഴിഞ്ഞാലും ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയാത്തവർ, അത് ഭയങ്കര ദാരുണമായ ഒരു അവസ്ഥ, ദുരന്തമായിട്ട് സമൂഹത്തിൽ തുടരുകയാണ് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്തവർക്ക് ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടി പരിശുദ്ധ ദേവമാതാവിന്റെ നാമത്തെ അവരെ മാധ്യസ്ഥ അവരെ ഈശോ നാമത്തെ പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out your spirit, touch with the fire of finger, soak with the precious blood. Lord, infuse your spirit, Lord, infuse your spirit of power and grace. എൻ്റെ ജീവിതത്തിൽ കുറച്ച് അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ എപ്പോഴും തേങ്ങും. ഒരിക്കലുണ്ടല്ലോ, ഒരു അമ്പലപ്പുഴയിരിക്കുമ്പോൾ ഒരു വലിയ, അപ്പോൾ ആൾക്കാരെപ്പോഴും ഇങ്ങനെ ഇടിച്ചു കുത്തുന്ന ഇന്നത്തെ പോലെ കൃപാസന പോലെ ചിട്ടയൊന്നുമില്ല. ഇടവക നമുക്ക് ധ്യാനകേന്ദ്രം പോലെ ചിട്ട ചെയ്യാനൊന്നും പറ്റില്ല. എല്ലാവരും വരും, ഇടവക്കാരും വരും, അല്ലാത്തവരും വരും. അവരെപ്പോഴും ഇങ്ങനെ മുറി നിറഞ്ഞു നിൽക്കും. അപ്പോൾ അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ സഹായിക്കുന്ന ഒരു അപ്പച്ചനുണ്ട്. ആ ഞായറാഴ്ച അപ്പച്ചൻ വരും. അപ്പോൾ അവർ പാവപ്പെട്ട അപ്പച്ചൻ, വളരെ പാവപ്പെട്ട അച്ഛനാണ്. അപ്പോൾ ഒരു ദിവസം, അപ്പോൾ എൻ്റെ മനസ്സ്, ഞാനാണെങ്കിൽ കുർബാന കഴിഞ്ഞ് കുർബാന 9 മണിയാകുമ്പോഴാണ് തീരണത്. കരിസോ കഴിയുമ്പോൾ വയറൊക്കെ പൊള്ളി, വെള്ളം പോലും കുടിക്കാതല്ലേ മേടയിലോട്ട് വരുമ്പോഴുണ്ട് എല്ലാവരേക്കാൾ. അപ്പോൾ എനിക്കത് വെള്ളം കിട്ടിയാൽ കൊള്ളാതെ മുന്നേ ഞാൻ വരണത്. അപ്പോൾ ഒരു അപ്പൻ ഇത് ഈ ആൾക്കാരുടെ ഇടയിൽ കൂടി ഇടിച്ച് തുളച്ച് അകത്ത് കയറി അച്ഛാ കാശതാന്ന് പറയും. എന്നുവെച്ചാൽ അങ്ങനെ കൊടുക്കേണ്ടതാണ് ഞാൻ എപ്പോഴും. പക്ഷേ എനിക്കെന്തോ ഒരു അനുചിതമായിട്ട് തോന്നിയിട്ട് ഞാൻ നിങ്ങളെ ഇറങ്ങി പുറത്തു നിന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അയാളെ കണ്ടിട്ടില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അയാളുടെ ഒരു മകൻ എന്നെ കാണാൻ വന്നു. ഞങ്ങൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞ് അച്ഛാ അപ്പച്ചൻ മരിച്ചുപോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാധാരണ അപ്പച്ചൻ മരിച്ചുപോയത് ചിലർ അങ്ങനെ പറയാറുണ്ടല്ലോ. പിന്നെ ഞാൻ മനസ്സിലാക്കി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അദ്ദേഹം എന്നോട് പോയിട്ട് പിന്നെ അദ്ദേഹം ജീവിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് ഞാൻ ഈ ആളൊന്ന് ഒഴിഞ്ഞിട്ട് പൈസ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പറയാനുള്ള ധൃതി അയാൾ എനിക്ക് തന്നില്ല, എനിക്കും അത് കിട്ടിയില്ല. ഞാനാണ് എൻ്റെ ബോഡി വളരെ ടയർഡായിട്ട് നിൽക്കുന്നത്. ഞാൻ എന്നെ നീതീകരിക്കുകയില്ല, പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഞാൻ വളരേണ്ടതായിരുന്നു. അതെനിക്കൊരു പശ്ചാത്താപമാണ്. ഇങ്ങനെ അത് പക്ഷേ ഞാനത് ഇപ്പോൾ റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. എന്താണ്, അത്ര അപ്പച്ചന്മാരെ കണ്ടാലൊക്കെ അങ്ങോട്ട് ചോദിച്ചു സങ്കടം തീർത്ത് വിടും. എന്താ കാര്യം, പഴയൊരു പശ്ചാത്താപമാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്ഥാപനത്തിൻ്റെ മതിൽ കെട്ടിയപ്പോൾ എൻ്റെ നാട്ടിൽ കുറച്ച് സ്ഥലം എൻ്റെ അരികിൽ താമസിക്കുന്നവർ ഞെരുങ്ങിപ്പോയി. അതെനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും അത് പ്രയാസമായിട്ട് കിടക്കും. അത് ഞെരുങ്ങിപ്പോയവർ, അവർക്ക് അവിടെ സ്ഥലമെടുത്തില്ല, പക്ഷേ അവരെത്തി ഞെരുക്കത്തിലായിപ്പോയി. അപ്പോൾ നീതിയാണ് നമ്മൾ ചെയ്തത്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, കരുണയില്ല അവിടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു അവസരം വരുന്നുണ്ട് അവരെ ഒന്ന് സന്ധിക്കാൻ വേണ്ടി.
അപ്പോൾ ഞാനത് റെക്ടിഫൈ ചെയ്യും. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് പരിഹാരം ഉണ്ടാക്കും. അപ്പോൾ ഈ ശുഭത്തിൻ്റെ ഗുണം അതാണ്. ഇപ്പം നമ്മളിങ്ങനെ പ്രസംഗിക്കുക മാത്രമല്ല, നമ്മൾ തന്നെ കണ്ണാടി ഒന്ന് നേരെ തിരിച്ച് വെക്കുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ന കാര്യങ്ങൾക്ക് നമുക്ക് തെറ്റുകൾ. നോൻപ് കാലം അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു കാലമാണ്. ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയെങ്കിലും കരുണ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ശുഭമാണ്. നമ്മുടെ ജീവിതമേ നിത്യത വരെ എത്തുമ്പോൾ മാത്രമേ ശുഭമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. എല്ലാം നല്ലതായിരിക്കണം ദൈവം കണ്ടു എന്ന് പറയണമെങ്കിലേ, എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ, ലോകസ്ഥാപനം ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമായിക്കൊള്ളൂ എന്ന് പറയുമ്പോൾ മാത്രമേ ശുഭമാകത്തുള്ളൂ. അപ്പോൾ ക്രിസ്ത്യാനിയുടെ ജീവിതം അങ്ങനെയാണ്. കാര്യം എന്താണ്? ക്രിസ്തു നിത്യതയ്ക്ക് വേണ്ടി കൂടിയാണ്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് പൗരസ്ത്യ ചോദിക്കണത് എന്താണെന്ന് പറയാം, 1 കൊരിന്ത്യർ 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയുംകാൾ നിർഭാഗ്യരാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായില്ലേ? ക്രിസ്തുവിൽ നമ്മൾ പ്രത്യാശ വെക്കണത് ഈ ജീവിതത്തിന് പ്രാധാന്യമില്ലെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഈ ജീവിതത്തിന് അതിൻ്റെതായുള്ള പ്രാധാന്യമുണ്ട്. പക്ഷേ ക്രിസ്തുവിൽ നമ്മൾ പ്രത്യാശ വെക്കണത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, പിന്നെ എന്താണ്? നിത്യജീവിതത്തിന് വേണ്ടിയാണ്. ഈ നിത്യജീവിതം, ഇപ്പം ഞാൻ മാതാവിനെ പ്രത്യക്ഷീകരണം നേരെ കണ്ട ആളാണ്. അപ്പോൾ നിത്യജീവിതം എന്താണെന്ന് അതിനെക്കുറിച്ച്, നിത്യജീവിതത്തിന് ശേഷം മനുഷ്യൻ എങ്ങനെ ഇരിക്കുന്നതിനെക്കുറിച്ചൊക്കെ എനിക്കും ഒരു ധാരണയുണ്ട് ആ വിഷയത്തിൽ. അപ്പോൾ അതുപോലെ തന്നെ ഈ ക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ നിത്യതയിൽ സ്വർഗീയ ശരീരങ്ങൾ പ്രാപിച്ച് കർത്താവിൻ്റെ നിത്യസന്തോഷത്തെ പ്രവേശിക്കുക മാത്രമേ ശുഭമാകത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോഴാണ് ദൈവം പറയണത് എല്ലാം നല്ലതെന്ന് കണ്ടെന്ന് പറയണത്. കാര്യം അപ്പോഴാണ് അതുകൊണ്ടാണ് ഈ ജീവിതത്തിൽ സുവിശേഷപരമായിട്ട് ശുഭമാകാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ആക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് മറ്റുള്ളവരുടെ ജീവിതമായാലും നമ്മളുടെ ജീവിതമായാലും എപ്പോഴും അതായത് ഒന്നും കടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കണം. ദൈവദൃശ്യനിധിയിൽ നമ്മൾ പിരിയുമ്പോൾ കടമുണ്ടാകരുത്. അത് നേരത്തെ കുട്ടി അതിനുള്ളൊരു ബോധപൂർവ്വ ശ്രമം ഉണ്ടാകണം. അപ്പോൾ സ്വർഗത്തെക്കുറിച്ചൊക്കെ ഉള്ള നിശ്ചയമുള്ളവരാണ് അതുപോലെ ബോധപൂർവ്വ ശ്രമം നടത്തേണ്ടത്. അപ്പം നോൻപ് കാലം ആകുമ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തത ഉണ്ടാകണമെന്നും ദൈവദൃശ്യത്തിൽ കടമില്ലാത്ത രീതിയിൽ ഓരോ ദിവസവും പിരിയാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ വിശുദ്ധ ദാനീയ ജീവിതത്തിലുണ്ട്.